Hello, and welcome to Dr. Skin's podcast session on hair loss. നമുക്ക് ആക്ച്വലി ന്യൂട്രീഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ഹെയർ ലോസ് കുറയാനും അതിനൊക്കെ ആയിട്ട്? ആക്ച്വലി ഒരു പ്രോപ്പർ ബാലൻസ്ഡ് ഡയറ്റ് നമ്മുടെ ബോഡിക്ക് എത്രത്തോളം ആവശ്യമാണോ അതുപോലെ തന്നെ ഹെയറിൻ്റെ ഗ്രോത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ മിനറൽസ്, വൈറ്റമിൻസ്, മൈക്രോ ന്യൂട്രിയൻസ്. അത് ചെറിയ അളവിലാണ് ആവശ്യമെങ്കിൽ പോലും അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ കോസ് ഹെയർ ഫോൾ. അതുപോലെ ഡോക്ടർ, ഐ വാസ് ആക്ച്വലി റീഡിങ് സംവെയർ ദാറ്റ് കറക്റ്റ് സമയത്തിൽ എല്ലാ ദിവസവും ഉറങ്ങണം. ആ സ്ലീപ്പ് പാറ്റേൺ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഹെയർ ഫോൾ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടെന്ന്. ഇസ് ദ ട്രൂ? Yes, sleep is very important for the restoration of our body's normal functions. അപ്പം ആ ഒരു ഇതിനകത്ത് ഇഫ് സ്ലീപ്പ് ഡിപ്രൈവേഷൻ ലോങ് ടേമിൽ ഉണ്ടാവുകയാണെങ്കിൽ, നോട്ട് ലൈക്ക് സേ വൺസ് ഇൻ മേ ബി എ മന്ത് ഓർ സോ, അതിനേക്കാളും കൂടുതൽ ഭയങ്കര ഫ്രീക്വൻ്റ്ലി ഇഫ് യു ജസ്റ്റ് സ്ലീപ്പിംഗ് ഫോർ സേ 4 hours or 5 hours a day, that itself is a cause of chronic stress. It builds up, it leads to hair fall over a very long period of time. There are a lot of misinformation going on that you just need 4 hours of sleep or you just need 3 hours of sleep per day. That's totally wrong. You need around 6 to 8 hours of sleep per day. അതൊരു വളരെ നല്ല ഒരു സ്വഭാവമാണ്. And the ability to sleep at one particular time and wake up another, that helps the circadian rhythm of our body too. So that also will help with hair growth. Okay. I think sleep has become a luxury these days because I keep hearing people tell that ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ probably also because of all these devices and all this information that we are getting from different places. നമ്മൾ പണ്ട് എപ്പോഴും കേൾക്കാറുണ്ട് അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന്. ഇപ്പോൾ I'd like to believe that there is treatment options for balding. ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാമായിരുന്നു. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ടോപ്പിക്കൽ ക്രീംസ് ആണോ, മരുന്നുകളാണോ, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാമായിരുന്നു. ആക്ച്വലി ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഈസ് ദ ഡയഗ്നോസിസ്. നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ച് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന വൺ തിങ് ആണ് ടീലജൻ എഫ്ലൂവിയം. സോ ടീലജൻ എഫ്ലൂവിയമിലെ ബേസിക് തിങ് എന്ന് വെച്ചാൽ വാട്ട് കോസസ് ഇറ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഹിസ്റ്ററിയിൽ നിന്നും ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് നമ്മളത് ഡയഗ്നോസിസിൽ എത്തിയതിന് ശേഷം ഫസ്റ്റ് തിങ് വി ഡു ഇസ് ഇൻവെസ്റ്റിഗേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് വിച്ച് എഫക്ട് ദിസ് ടീലജൻ എഫ്ലൂവിയം, ലൈക്ക് HB, സെറം ഫെറിറ്റിൻ ലെവൽസ്, വൈറ്റമിൻ B12, വൈറ്റമിൻ D, തൈറോയിഡ്. ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇതിലെന്തെങ്കിലും കുറവുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വി ഹാവ് ടു ട്രീറ്റ് ദാറ്റ് കണ്ടീഷൻ. സോ നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കും. പിന്നെ അയൺ കുറവാണെങ്കിൽ അതിൻ്റെ ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. കൂടാതെ പിന്നെ നമ്മൾ ടോപ്പിക്കൽ സൊല്യൂഷൻസ് വിച്ച് കണ്ടെയ്ൻസ് ഹെയർ ഗ്രോത്ത് പെപ്റ്റൈഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്ത് ട്രീറ്റ്മെൻറ്റ് ടീലജൻ എഫ്ലൂവിയത്തിന് സ്റ്റാർട്ട് ചെയ്താലും മിനിമം ഒരു 3 to 6 months എങ്കിലും എടുക്കും റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. സോ പേഷ്യൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. കാരണം ചില പേഷ്യൻസ് 1 month യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്ന് കാണുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. ബിക്കോസ് ഹെയറിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര മിനിമലാണ്. ഡെയിലി 0.35 mm ഒക്കെയാണ് ഹെയർ ഗ്രോത്ത് വരുന്നത്. ആ ഒരു ഷിഫ്റ്റ് ഓഫ് സൈക്കിൾ വന്നതിന് ശേഷം തിരിച്ച് ആ ഒരു ഗ്രോയിങ് ഫേസിലോട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് ഒരു ഭയങ്കര ഫാക്ടറാണ് ഈ ടീലജൻ എഫ്ലൂവിയം. സ്ട്രെസ് ഫാക്ടർ എലിമിനേറ്റ് ചെയ്യാതെ ഈ ഹെയർ ഫോൾ ഒരിക്കലും എന്താ പറയുക, നമുക്കത് കൺട്രോളിലേക്ക് വരുത്താൻ പറ്റില്ല. ഇത് ആക്ച്വലി നമ്മൾ പല സ്കിൻ കണ്ടീഷൻസിനെ പറ്റിയും അല്ലാത്ത കണ്ടീഷൻസിനെ പറ്റിയും നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും കേട്ടുവരുന്നതാണ് ഈ relevance of stress and any disease for that matter. I think these days also people are having much more stress than what we had before. അപ്പോൾ ഇത് അല്ലാണ്ടുള്ള നോർമൽ നമ്മളിപ്പം ഇതിന് മുമ്പ് പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടല്ലോ, ബോൾഡിംഗ് ഉണ്ട്, ഹെയർ തിന്നിങ്. അപ്പോൾ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ സം ലാക്ക് ഓഫ് ഓർ ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്, വാട്ട് ആർ ദി അതർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ദറ്റ് യു ഹാവ് ഇൻ ടേംസ് ഓഫ് ടോപ്പിക്കൽ ആപ്ലിക്കേഷൻസ് ഓർ ടാബ്ലറ്റ്സ്? അതെന്താ ഉണ്ടാവുക? ദ മെയിൻ സ്റ്റേ ഇതിനകത്ത് പറയുന്നത് മിനോക്സിഡിലാണ്. ഇറ്റ് ക്യാൻ ബി ഗിവൻ ടോപ്പിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് ആയിട്ട് കൊടുക്കാം, വിത്ത് ഓർ വിത്തൗട്ട് ഫിനസ്ട്രൈഡ്, ഓർ അല്ലെങ്കിൽ ഓറൽ ടാബ്ലറ്റ്സ് ആയിട്ടും കൊടുക്കാറുണ്ട് ചില ടൈമിൽ. ലോ ഡോസ് മിനോക്സിഡിൽ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയും അവൈലബിൾ ആണ്. വൺ തിങ് അബൌട്ട് ആൻഡ്രോജനറ്റിക് അലോപീഷ്യ ഇസ് ദാറ്റ് അത് ട്രീറ്റ്മെൻറ്റ് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. യു വിൽ ഹാവ് ടു കണ്ടിന്യൂ ദ ട്രീറ്റ്മെൻറ്റ് ആസ് ലോങ് ആസ് വി നീഡ് ദാറ്റ് ഹെയർ. So you mean to say that when we start minoxidil or any of these treatment options, we continue that
for the rest of our life? Yeah, ideally so, but most people are definitely not. What happens is that it will take some time, like she said, like just like in telogen effluvium, it will take sometimes 3, sometimes 6 months for the hair thickening to be seen. Initially hair fall കുറയുന്ന പോലെ ഒരു phase ഉണ്ടായിരിക്കും. Then it moves on to a phase where you feel that your hair volume itself is increasing, which will take time. Especially in androgenetic alopecia, അല്ലെങ്കിൽ male pattern hair loss, അല്ലെങ്കിൽ pattern hair loss in other words. So minoxidil അത് തേക്കുന്ന മരുന്നായാലും അല്ലെങ്കിൽ ഗുളികയായിട്ടാണെങ്കിലും ഇറ്റ് വിൽ ടേക്ക് ടൈം. ഈ മിനോക്സിഡിൽ എന്ന് പറഞ്ഞൊരു കോമ്പണൻറ്റ് നമ്മൾ ഇപ്പോൾ ഓൺലൈനൊക്കെ നോക്കുമ്പോൾ ഇറ്റ് ഇസ് അവൈലബിൾ ഇൻ എ ലോട്ട് ഓഫ് പ്രോഡക്ട്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ആൾക്കാർ ഇത് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും കോഷൻ ഉണ്ടാവണോ, ഓർ ഇസ് ദർ എനി സൈഡ് എഫക്ട്സ് ടു സേ അബൌട്ട് യൂസിങ് മിനോക്സിഡിൽ? മിനോക്സിഡിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ ഡ്രഗാണ്. അതിന് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഡൺ അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ and always under a dermatologist. So because it's actually was found out as an antihypertensive drug. അതിനകത്ത് ഇപ്പം ഓറലി എടുക്കുന്ന മിനോക്സിഡിൽ ആണെങ്കിൽ അതിനകത്ത് ഡിസീനെസ്, ലൈറ്റ് ഹെഡഡ്നെസ്, ചില ആൾക്കാർക്ക് ട്രിഗർ ഫോർ മൈഗ്രെയിൻ, അല്ലെങ്കിൽ ചില ആൾക്ക് ഫ്ലൂയിഡ് റിട്ടൻഷൻ, പിന്നെ ഈവൻ ഈ പ്രൊലാക്റ്റിനീമിയ എന്ന് പറയുന്ന ഇൻക്രീസ് ലെവൽ ഓഫ് പ്രൊലാക്റ്റിൻ ഹോർമോൺസ് ഒക്കെ ഇൻ ഓറൽ മിനോക്സിഡിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു സൈഡ് എഫക്റ്റ് ആയിരുന്നു. സോ ഇറ്റ്സ് ഓൾവേസ് അഡ്വൈസബിൾ ടു ടേക്ക് മിനോക്സിഡിൽ അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ. And also I think they need to know how to use this and how much to use this and things like that, because we see these products just being like sold very very often online with these components. അപ്പം നമ്മളിപ്പോൾ സംസാരിച്ചത് കഴിക്കാനുള്ള മരുന്നുകൾ, ന്യൂട്രിയൻസ്, പിന്നെ മിനോക്സിഡിൽ. പിന്നെ നമുക്ക് ഇപ്പോൾ ഹെയർ ലോസ് കുറയ്ക്കാനായിട്ട് കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഒന്ന് സംസാരിക്കാം. അപ്പോൾ വാട്ട് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ആർ അവൈലബിൾ ഫോർ റിഡക്ഷൻ ഓഫ് ഹെയർ ലോസ്? കോമൺ ആയിട്ട് നമ്മൾ ചെയ്തു വരുന്ന പ്രൊസീജിയേഴ്സ് PRP ഉണ്ട്, GFC പ്രൊസീജിയർ ഉണ്ട്, മൈക്രോ നീഡ്ലിംഗ് വി ക്യാൻ കമ്പൈൻ വിത്ത് ദീസ് പ്രൊസീജിയേഴ്സ് ഓൾസോ. സോ PRP എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ബ്ലഡ് വിഡ്രോ ചെയ്യും, അത് ഡബിൾ സെൻട്രിഫ്യൂജ് ചെയ്യും, അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് എമൗണ്ട്സ് ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. അത് നമ്മൾ സ്കാൽപ്പിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യും. സോ ഇറ്റ് ക്യാൻ സ്റ്റിമുലേറ്റ് ന്യൂ ഹെയർ ഗ്രോത്ത് ആൻഡ് എക്സിസ്റ്റിംഗ് ഹെയർ ഫോളിക്കിൾസിനെ കൂടുതൽ സ്ട്രോങ്ങർ, തിക്കർ ആക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. GFC എന്ന് പറയുന്നത് ബേസിക്കലി ഒരു അഡ്വാൻസ്ഡ് PRP മെത്തേഡാണ്. സോ അതിനകത്ത് ഇറ്റ് ഈസ് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. സോ മോർ എമൗണ്ട് ഓഫ് കോൺസെൻട്രേറ്റഡ് എമൗണ്ട് ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ് നമുക്ക് GFC മെത്തേഡ് വഴി സ്കാൽപ്പിലോട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും. ആൻഡ് PRP മിനിമം ഒരു 6 to 8 സെഷൻസ് എങ്കിലും വൺസ് ഇൻ എ മന്ത് ആയിട്ട് നമ്മൾ ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് എ മെയിൻ്റനൻസ്. ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഒരു മെയിൻ്റനൻസ് ട്രീറ്റ്മെൻ്റ് ആണ്. 1 to go അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. GFC ആണെങ്കിൽ കുറച്ച് ഫ്യൂവർ സെഷൻസ് മതി. പിന്നെ അതും നമ്മളൊരു 3 months 6 months മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ഡോക്ടർ, ഈ PRPയും GFCയും തമ്മിലുള്ള ആക്ച്വൽ ഡിഫറൻസസ് ഇൻ ടേംസ് ഓഫ് പേഷ്യൻറ്റിന് കിട്ടുന്ന ബെനിഫിറ്റ് അതെന്തായിരിക്കും? ഹൗ ഡു യു ചൂസ് വാട്ട് ഈസ് ബെറ്റർ ഫോർ എ പേഷ്യൻറ്റ്? ബിഫോർ ബോത്ത് പ്രൊസീജിയേഴ്സ് നമ്മളൊരു ടോപ്പിക്കൽ ആയിട്ടുള്ളൊരു പെയിൻ കുറയ്ക്കുന്ന മെഡിക്കേഷൻ ക്രീം തേച്ചിട്ടാണ് അത് ചെയ്യുന്നത്. വിത്ത് ദാറ്റ് ഓൾസോ PRPക്ക് ചിലപ്പോൾ ചെറിയൊരു പെയിൻ കാണാം, ബിക്കോസ് ഓഫ് ദ പ്ലേറ്റ്ലെറ്റ്സ്, അല്ലെങ്കിൽ അതിനകത്തുള്ള ചില ടൈമിൽ ചെറിയ RBCs ഒക്കെ ചെറുത ടൈം ഇൻ ദ പ്രോസസ് ക്യാൻ കം. PRP is more painful can compared to GFC. GFC is relatively painless, so that is a major difference. So it's all about one important thing is pain tolerance. That variation in pain tolerance is an important factor. And ഇത് രണ്ടും ചെയ്യുന്നത് മൈക്രോനീഡ്ലിംഗിന്റെ കൂടെ തന്നെയാണ്? Yes, but microneedling also basically in microneedling improves the blood flow to the scalp, especially the hair follicle, so it promotes more hair growth. ഡോക്ടർ, മൈക്രോനീഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഹൗ ഇസ് ഇറ്റ് ഡൺ? മൈക്രോനീഡ്ലിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മളൊരു കൺട്രോൾഡ് മൈക്രോ ട്രോമ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സ്കാൽപ്പിൽ. സോ നീഡ്ലിംഗ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ബ്രേക്സ് ഉണ്ടാവും സ്കാൽപ്പ് സ്കിന്നിൽ. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ മോർ ഇൻക്രീസ് ബ്ലഡ് സപ്ലൈ ഓവർ ദാറ്റ് ഏരിയ, പ്ലസ് മോർ കൊളാജൻ ഫോർമേഷൻ ആൻഡ് മോർ ഗ്രോത്ത് ഫാക്ടേഴ്സ് അവിടെ വരും അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, ഹെയർ തിക്കറായിട്ട് ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഈ മൈക്രോനീഡിൽ ഞാൻ ചോദിക്കാൻ കാരണം ഐ ഹവ് ഓൾസോ സീൻ വീഡിയോസ് ആൻഡ് ട്യൂട്ടോറിയൽസ് ആൻഡ് ദിസ് മൈക്രോനീഡിൽ ഡെർമ റോളർ എന്ന് പറഞ്ഞിട്ട് സോൾഡ് ഓൺലൈൻ, ആൻഡ് ഹൗ ടു യൂസ് ട്യൂട്ടോറിയൽസും ഉണ്ട്. It seems like a very easy procedure to do also. Is it okay for youngsters or people of any age to do it on their own at their homes? Is it fine?
Like she said, microneedling is controlled micro trauma. So അതുകൊണ്ട് തന്നെ when you're doing it by yourself, there's a very good chance of it being uncontrolled macro trauma. It can lead to infections, scar formations. Tell a time the punctures are not deep enough. So there is no point in doing it, or it will be too deep where it will lead to more bleeding and more scar formation also, and higher risk of infections. So it's always better to do it under medical supervision. And also I think scar form ആയാൽ പിന്നെ മുടി വളരില്ലല്ലോ അവിടെ, അതും ബുദ്ധിമുട്ടാവുമല്ലോ. ഒരു സ്കാർ നമ്മൾ അത് എവിടെയാണെങ്കിലും കയ്യിലൊരു മുറിവ് വന്നാലും ഇഫ് ദർ ഇസ് എ ബിഗ് സ്കാർ യു വിൽ ഓൾവേസ് നോട്ടീസ് ദാറ്റ് ദ ഹെയർ ഗ്രോത്ത് അവിടെ അത് വരത്തില്ല, ബിക്കോസ് അവിടെ കൊളാജൻ മാത്രം ഫോം ആവുന്നുണ്ട്. ഹെയർ ഫോളിക്കിൾ ഇസ് മോർ ഓർ ലെസ് ഡിസ്ട്രോയിഡ്. Okay. We see that a lot now, and a lot of patients ask us also, because they send us pictures of the microderma roller and ask us if we can just do it, and sometimes they ask us for guidance on how to do it. So I just wanted to clear that out. Dr. Neepam, the latest fad, which is actually our fad no പറയാൻ പറ്റില്ല, the thing that we see a lot online now is exosomes and stem cell therapy. Can you just explain about how prevalent it is and whether it is actually useful? എക്സോസോം തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസോംസ് നമ്മുടെ സെൽസിൻ്റെ അകത്തുള്ള ജസ്റ്റ് മെസ്സഞ്ചേഴ്സ് ആണ്. മെസ്സഞ്ചർ ഒരു കണ്ടെയ്നർ പോലെയാണത്. സോ ഇറ്റ് വിൽ കണ്ടെയ്ൻ എ ലോട്ട് ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, ചില ന്യൂട്രിയൻസ്, സോ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഹെയർ ഗ്രോത്ത്. അതുപോലെ തന്നെ സ്റ്റെം സെൽസ് ആർ ബേസിക്കലി സെൽസ് ദാറ്റ് ക്യാൻ ഫോം എനി സെൽ ഇൻ അവർ ബോഡി. സോ വി ക്യാൻ ആക്ച്വലി പ്രോഗ്രാം ദ സെൽ ടു ബിക്കം എൻ ഹെയർ സെൽ ടു. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയറി അതാണ്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഇത് വളരെ എമേർജിങ് ആയിട്ടും വളരെ എക്സ്പെൻസീവ് ആണ്, ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ദർ ഹാസ് ബീൻ നോട്ട് എനഫ് സ്റ്റഡീസ് ടു ക്വാണ്ടിഫൈ ഇറ്റ്സ് ബെനിഫിറ്റ്സ്. That is the main drawback in these treatments. So you mean to say that there is not enough studies or not enough cases that have been done long enough to prove that the hair fall has been reduced? Yes. Okay, so maybe we just have to wait for a lot of people to do these trials. Just like and PRP then, and GFC. Yeah. PRP and GFC, at least എനിക്ക് തോന്നുന്നു over time it has been used, and PRP I believe that it has been used for many other purposes before also. So അതിന് വലുതായിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്തായാലും ഇതുവരെ നമ്മൾ കണ്ടുവന്നിട്ടില്ലല്ലോ. So I think we'll just wait for the research to stabilize on exosomes and stem cell therapy. Doctor, I think we have almost covered the different aspects of hair. Now we'll actually move on to some questions which our patients have asked us. So I'm sure you get a lot of these in your practice. So we'll do a rapid fire round. So we'll move on to rapid fire questions. Standing upside down, അല്ലെങ്കിൽ ശീർഷാസനം ചെയ്താൽ ഹെയർ ഫോൾ കുറയോ? No, it's like saying that ഗോൾ പോസ്റ്റിൽ തൂങ്ങിയിരുന്ന് കഴിഞ്ഞാൽ ഹൈറ്റ് വയ്ക്കും. ഇറ്റ്സ് ദ സെയിം, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല. ഇടയ്ക്കിടയ്ക്ക് തല സ്കാൽപ്പ് മസാജ് ചെയ്താൽ ഹെയർ ഫോൾ കുറയോ? അത് ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. ഭയങ്കര വിഗ്രസ് ആയിട്ടുള്ള മസാജിങ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ആക്ച്വലി പ്രൊമോട്ട് ഹെയർ ഫോൾ. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. സോ അതൻ പ്ലസ് ആ മസാജിങ്ങിനകത്ത് ഇറ്റ് ബേസിക്കലി വർക്ക്സ് ബൈ ഇൻക്രീസിങ് ദ ഹെയർ ഫ്ലോ, ബ്ലഡ് ഫ്ലോ ടു ദ സ്കാൽപ്പ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്യുന്നു പറയുമ്പോൾ അത് ഭയങ്കര ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. ഇറ്റ് വിൽ നോട്ട് ലീഡ് ടു എനി എഫക്ട്സ് ആക്ച്വലി. ഓക്കെ. ആൻഡ് ഈ പല ഹോം റെമഡീസ് ഉണ്ട്, ഓണിയൻ ഓയിൽ, പെപ്പർമിൻറ്റ് ഓയിൽ, അല്ലാണ്ടുള്ള പല രീതിയിലുള്ള സാധനങ്ങൾ തലയിൽ പുരട്ടുന്നതുകൊണ്ട് മുടി പൊഴിച്ചിൽ കുറയും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇസ് ദർ എനി ട്രൂത്ത് ഇൻ ഇറ്റ്? Again, it's very subjective. Iപ്പം ചില studies have said that it can sometimes reduce hair fall. പക്ഷേ those studies most of the time ഭയങ്കര poorly constructed ആയിട്ടുള്ള studies ആണ്, and they will have a lot of things in it, like say ഇപ്പം ഒനിയൻ ഓയിലിൻ്റെ കൂടെ 2-3 വേറെ ഇൻഗ്രീഡിയൻസും കാണും. So we cannot really attribute it to a single ingredient or something like that. So it can very inconclusive. ഓക്കെ. അപ്പോൾ ഡാൻഡ്രഫ് ഉള്ളവർക്ക് മുടി പൊഴിച്ചിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ടോ? സിവിയർ ഡാൻഡ്രഫിൽ മുടി പൊഴിച്ചാൽ കൂടുതലുണ്ടോ സാധ്യതയുണ്ട്. അതിനകത്ത് അഗൈൻ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് നിർത്തേണ്ടി വരും, എസ്പെഷ്യലി ഓഫ് ദ സ്കാൽപ്പ്. ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് നിർത്തേണ്ടി വരും ഫോർ ടു റെഡ്യൂസ് ഡാൻഡ്രഫ് ആൻഡ് reduce the hair fall. So Dr.Derina, we'll again do a set of questions fast. So എല്ലാ ദിവസവും തല കഴുകിയാൽ മുടി പൊഴിച്ചിൽ കൂടുമോ? നോട്ട് റിയലി, ബിക്കോസ് ഒരു ക്ലീൻ ആൻഡ് ഹെൽത്തി സ്കാൽപ്പ് എപ്പോഴും നല്ലൊരു ഹെയർ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാരിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പ് ഉള്ളവരിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
അതല്ലാതെ നോർമൽ ടു ഡ്രൈ സ്കാൽപ്പൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഓൾട്ടർനേറ്റ് ഡേ അല്ലെങ്കിൽ മാക്സിമം ഒരു 1 in 3 days ഒക്കെ എന്തായാലും ഹെയർ വാഷ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് മുടി നമ്മൾ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കൊടുത്താലും മുടി കൊഴിച്ചിൽ കുറയോ? ഇല്ല, ആക്ച്വലി അതൊരു മിത്താണ്. കാരണം നമ്മൾ മുടി കട്ട് ചെയ്യുമ്പോൾ ലെങ്ത്ത് കുറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ആ ഒരു പെർസെപ്ഷനാണ്, അതായത് ഒരുപാട് മുടി പൊഴിയുന്നില്ലാത്ത പോലെ തോന്നുന്നതാണ്. വോള്യൂം കൂടുതൽ വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഈ ഹെയർ കളറിങ്, ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പം ഹെയർ ഫോൾ കൂടാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ കളറിങ്ങിൽ ഹെയർ ബ്രേക്കേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബിക്കോസ് ഓഫ് ദാറ്റ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നവരിൽ എസ്പെഷ്യലി അലർജിയൊക്കെ ഉണ്ടെങ്കിൽ അതുമൂലം ഹെയർ ഫോൾ ഒരുപാട് ഉണ്ടാവും. ഡോക്ടർ, നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കേസുണ്ട്, ദാറ്റ് ഈസ് തലയിൽ മുടി കുറവ് പക്ഷേ താടിയൊക്കെ നന്നായിട്ടുള്ള ആണുങ്ങളുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? ഹെയർ ഗ്രോത്തിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ റെസ്പോൺസ് ടു DHT, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിനുള്ള വേരിയേഷനാണ് അതിനകത്ത് ചെയ്യുന്നത്. സോ ഇൻ നമ്മുടെ ബിയേർഡ് ആയാലും ആംപിറ്റ്സ്, ബാക്ക്, ചെസ്റ്റ്, പ്രൈവറ്റ് ഏരിയാസ്, അവിടെയൊക്കെ DHT ഹോർമോൺ ഇറ്റ് ഇൻക്രീസസ് ഹെയർ ഗ്രോത്ത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു a scalp, ചില ഏരിയാസിൽ ഇറ്റ് പ്രൊമോട്ട്സ് ഹെയർ ഫോൾ. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ദി ടോപ്പ് ഓഫ് അവർ ഹെഡ് അല്ലെങ്കിൽ ദ ഫ്രണ്ട് ഓഫ് അവർ ഹെഡ്, അവിടെയൊക്കെ ഇറ്റ് പ്രൊമോട്ട്സ് ഹെയർ ഗ്രോത്ത്. That is the main reason for its variation. It's a receptor variation. Thank you very much, Dr. Jojan and Dr.Derina, for being with us here today. I think we've done a good role in debunking some of the myths associated with hair loss, and also trying to understand the different treatment options available and what causes hair fall. Thank you so much for your time today.